ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. വിജയപ്രതീക്ഷയോടെ മൂന്നാം തവണയും ജനവിധി തേടാൻ ഒരുങ്ങി കെ രാജേഷ്. ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയാണ് ഒറ്റപ്പാലം നഗരസഭ. എന്നാലും കഴിഞ്ഞ 2 തവണയും കേവല ഭൂരിപക്ഷത്തിനായിരുന്നു ഭരണം ഇടതിന് ലഭിച്ചത്. എന്നാൽ ഇക്കുറി വലിയ ഭൂരിപക്ഷം നേടി ഭരണം പിടിച്ചെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് CPM. ഇക്കഴിഞ്ഞ ഭരണസമിതിയുടെ വൈസ് ചെയർമാൻ കെ രാജേഷ് ഇക്കുറിയും മത്സര രംഗത്തുണ്ട്. കഴിഞ്ഞ 2 തവണയും 11ാം വാർഡിൽ നിന്നും ജനവിധി തേടിയെങ്കിൽ ഇക്കുറി 14ാം വാർഡിൽ നിന്നാണ് ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലേക്ക് ഡിസംബർ മാസം 11ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഞാൻ മത്സരിക്കുന്നത് 14ാം വാർഡ് GJB സ്കൂളിൽ നിന്നാണ്. 2010-ൽ 11ാം വാർഡിൽ നിന്ന് ഞാൻ ജനവിധി തേടുമ്പോൾ എന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് 172 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. 2010 മുതൽ 2015 വരെയുള്ള കാലത്ത് ഒറ്റപ്പാലം നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. വീണ്ടും 2020-ൽ അതേ വാർഡിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് 460 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. 172 വോട്ടിൽ നിന്നും 460ലേക്ക് എത്തുക എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളോട് എൻ്റെ സേവനത്തിൻ്റെ ഭാഗമായി എനിക്ക് തന്നിട്ടുള്ള അംഗീകാരമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ 2 തവണകളിലും വാർഡിലും നഗരസഭയിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും കെ രാജേഷ് ഇക്കുറി ജനങ്ങളോട് വോട്ടിന് അഭ്യർത്ഥിക്കുക. ഇത്തവണ ഒറ്റപ്പാലം നഗരസഭയിലെ 14ാം വാർഡിൽ നിന്ന് മത്സരിക്കുമ്പോൾ 10 വർഷക്കാലത്തെ ജനപ്രതിനിധി എന്ന നിലയിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഞാൻ ജനങ്ങളോടൊപ്പമാണ്. 14ാം വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് ഒറ്റപ്പാലം നഗരസഭയുടെ വികസനത്തിനും കൂടിയുള്ള പൊതുവായി കഴിഞ്ഞ കാലങ്ങളിലെ എൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. 14ാം വാർഡിൻ്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും എനിക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത്. എന്തായാലും ഇത്തവണയും ഞാൻ 3ാമത്തെ തവണയാണ് ജനവിധി തേടി ജനങ്ങളിലേക്ക് എത്തുന്നത്.